വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക്, ആരാധ്യരായ അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നമസ്കാരം. കസ്തൂർബ വിദ്യാലയ 24ാം വാർഷികം ആഘോഷിക്കുന്ന പ്രത്യുഷം 2025 എന്ന ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയും. നല്ല രീതിയിൽ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിൻ്റെ ഒരു പകുതി ഭംഗിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പകുതി കൂടെ നമുക്ക് ചെയ്യുക ഈസിയാണ്. സാധാരണ നമ്മൾ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയാലേ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മുടെ ടീം ഒരു 4 ഗോൾ അടിച്ചു, എതിരാളികൾ 1 ഗോളേ അടിച്ചുള്ളൂ എങ്കിൽ സെക്കൻഡ് ഹാഫ് കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. കാരണം എന്താ, വെൽ ബിഗൺ ആണ്, ഗംഭീരമായിട്ട് തുടങ്ങി. ഇനി നമുക്ക് മുഴുവൻ കളി നന്നായി കളിച്ചാലേ ജയിക്കുള്ളൂ എങ്കിലും നമുക്കൊരു വിജയ സാധ്യത കൂടുതലാണ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതൊരു മനുഷ്യ മനഃശാസ്ത്രമാണ്. നമ്മൾക്ക് ഈ 2020 ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ ടീം ഇന്ത്യ വന്നൊരു 20 ഓവർ ആദ്യം ബാറ്റ് ചെയ്തു, ഒരു 250 റൺസ് അടിച്ചാൽ കാണാനിരിക്കുന്ന നമുക്കും കളിക്കുന്ന അവർക്കും ഗ്രൗണ്ടിൽ അവിടെയുള്ള കാണാനെത്തിച്ചേർന്ന ആരാധകർക്കൊക്കെ കളി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രതീതി അതുണ്ടാക്കും. ഈ ഫംഗ്ഷൻ്റെയും തുടക്കം അത്തരത്തിൽ. ഇനി അങ്ങോട്ടുള്ള ഒരുപാട് കലാവിരുന്നുകളും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ആശംസാ വചനങ്ങളൊക്കെ അരങ്ങേറാൻ നിൽക്കുന്നപ്പോൾ എനിക്കിത് വളരെ നല്ല തുടക്കമായിട്ട് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയാലേ ഏകദേശം ഒരു 80 വയസ്സ് വരെയൊക്കെയാണ് നമ്മളൊക്കെ ജീവിക്കാൻ പരമാവധി സാധ്യത. ഇന്നത്തെ ഒരു ആരോഗ്യാവസ്ഥ അനുസരിച്ച് എല്ലാവരും അതിൽ കൂടുതൽ ആയുസ്സുള്ളവരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയാം. നമ്മൾ ഈ 80 വയസ്സ് വരെയുള്ളൊരു ജീവിതകാലത്തെ നമ്മളൊന്ന് ഈ ഒരു 4 ഭാഗമായിട്ട് ഈക്വലി വിഭജിച്ചാൽ ആദ്യത്തെ ഒരു 20 വയസ്സ്. ഈ 20 വയസ്സെന്ന് പറയുന്നത് പഠനകാലമാണ്. കുട്ടികൾ പതിയെ സ്കൂളിൽ പഠിച്ച് അവർ ബാലപാഠങ്ങൾ അഭ്യസിച്ച് പിന്നീട് ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ ഉപരിപഠനമൊക്കെ ചെയ്ത് ആ ഒരു പഠനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏകദേശം പൂർത്തിയാക്കുന്ന ഒരു സമയം 20 വയസ്സ് കാലയളവാണ്. അത് കഴിഞ്ഞാലും ജീവിതത്തിൽ പഠനം തന്നെയാണ് അങ്ങോട്ട്. ഇത് നമ്മുടെ ടോട്ടൽ ലൈഫ് സ്പാനിൻ്റെ നമ്മുടെ ഒരു ജീവിതകാലത്തിൻ്റെ ഒരു ക്വാർട്ടർ പീരീഡാണ്. സ്കൂളിൽ ഈ ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം, ആനുവൽ എക്സാം എന്നൊക്കെ നടത്തില്ലേ. ഇപ്പോൾ ഞാൻ പഠിച്ചത് ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്. നമ്മൾ കാക്കൊല്ല പരീക്ഷ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാൽഭാഗമാണ് ഈ 20 വയസ്സ് വരെയുള്ള കാലമെങ്കിൽ അത് വെൽ ബിഗൺ എന്ന് നിങ്ങൾക്ക് ആ ഒരു ക്വാർട്ടർ പീരീഡിനെ ഉറപ്പിക്കാൻ പറ്റിയാൽ ടോട്ടൽ ലൈഫ് ഈസ് ഹാഫ് ഡൺ എന്നാണ്. നന്നായി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള വ്യത്യസ്ത വിഷയങ്ങൾ, ഗണിതമായിക്കോട്ടെ, ശാസ്ത്രമായിക്കോട്ടെ, ഭാഷയായിക്കോട്ടെ, അതെല്ലാം പഠിക്കുക. അതോടൊപ്പം നല്ല വ്യക്തികളായിട്ട് വളരാൻ, നല്ല സ്വഭാവ രൂപീകരണം, നല്ലൊരു ക്യാരക്ടർ ഫോർമേഷൻ, ഒപ്പം കലാപരമായ, കായികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുക. സുഹൃത്തുക്കൾ തമ്മിൽ, സഹപാഠികൾ തമ്മിലൊക്കെ വളരെ നല്ല സ്നേഹബന്ധം, സൗഹൃദം, പരസ്പര ബഹുമാനം അധ്യാപകരായിട്ടും രക്ഷിതാക്കളായിട്ടൊക്കെ പങ്കുവെക്കുന്ന വിധത്തിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്ന ഒരു സമയമാണ് ഈ ആദ്യത്തെ ഒരു ക്വാർട്ടർ പീരീഡ്, 20 വയസ്സ് വരെയുള്ള കാലം. അവിടെ ഏറ്റവും ഭംഗിയായിട്ട് ഗ്രൂം ചെയ്യപ്പെടുന്ന, മൗൾഡ് ചെയ്യപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് പിന്നീട് ജീവിതത്തിൻ്റെ യൗവനമാകുന്ന ഹാഫ് ഇയർലി ടൈമിലും ജീവിതത്തിൻ്റെ വാർദ്ധക്യമാകുന്ന ആനുവൽ എക്സാമിനേഷൻ എഴുതേണ്ട സമയത്തൊക്കെ ഏറ്റവും നല്ല മാർക്കോടുകൂടി ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്ന പേഴ്സണാലിറ്റീസ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ജീവിത വിജയം കൈവരിച്ചവരുടെ ഒക്കെയും ബാല്യ കൗമാരങ്ങളിൽ പഠനമായിക്കോട്ടെ, ഇനി പഠിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും പലവിധ തൊഴിൽ ചെയ്തിട്ടും സാമൂഹ്യ സേവനം ചെയ്തിട്ടുമൊക്കെ ആദ്യത്തെ 20 വയസ്സിനുള്ളിൽ അവരുടെ ക്യാരക്ടർ ഫോം ചെയ്തിട്ടുണ്ട്. അവരാണ് വിജയിക്കുന്നത്. മറുവശം പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് സമൂഹത്തിൽ നോക്കിയാൽ കാണുന്ന പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലുള്ള ക്രിമിനൽ വാസനകൾ, അവരുടെ വളരെ വഴിപിഴച്ച അബദ്ധസഞ്ചാരം നിറഞ്ഞിട്ടുള്ള അവരുടെ ശൈലികൾക്കൊക്കെയും ഒരുപക്ഷെ കാരണമായി എനിക്ക് തോന്നുന്നത് ഈ ആദ്യഘട്ടത്തിൽ അവർ സ്കൂളിൽ വന്ന് പഠിക്കുമ്പോൾ, വീട്ടിൽ പെരുമാറുമ്പോൾ അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായിട്ട് അനുസരിക്കുകയോ അല്ലെങ്കിൽ അവർക്കുള്ള അവസരം കൃത്യമായിട്ട് ഉണ്ടാവാതിരിക്കുകയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വ്യക്തിത്വം രൂപപ്പെടാത്തതാണ്.
ഇന്ന് അത്തരത്തിൽ നമ്മൾ കാണുന്ന സമൂഹത്തിലെ മോശമായ പ്രവണതകളെ മുൻനിർത്തി നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ പഠനകാലം ഏറ്റവും ഭംഗിയായി അർത്ഥപൂർണമായിട്ട് നല്ല രീതിയിൽ പൂർത്തിയാക്കുക എന്നത് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. രക്ഷിതാക്കളും അധ്യാപകരൊക്കെ നൽകുന്ന സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് അവരെ ഉല്ലസിച്ചാണ് പഠിക്കാൻ വരുന്നത്. പാവം കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് എന്താ എങ്ങനെയാ അവരെ സ്വയം രൂപപ്പെടുത്തണമെന്ന് ഈ പ്രായത്തിൽ അറിയില്ല. അവരുടെ എക്സ്ട്രാ കെയർ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ജീവിതകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ 80 വയസ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ദിനചര്യകളാണ്, റുട്ടീനാണ്. ഇത്തരത്തിൽ അവരെ ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ വളരാൻ വികസിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്ന് ഈ പരിപാടിക്ക് പ്രത്യുഷം എന്നൊരു പേരിടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രഭാതം, ഉഷസ്, സൂര്യോദയത്തിൻ്റെ സുവർണ രശ്മികളേറ്റ് നമ്മൾ ഉണരുന്ന സുപ്രഭാതമുണ്ടല്ലോ. പ്രത്യുഷം എന്ന വാക്ക് അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉഷസ് അഥവാ പ്രഭാതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസത്തെ ഒരു ജന്മമായിട്ട് നിങ്ങൾ ഉദാഹരിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു കുട്ടി പ്രസവിച്ച് വീഴുമ്പോൾ ഒരു ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്ന് ഉണരുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും രാത്രി ഉറങ്ങി അടുത്ത ദിവസം ഒരു പുതിയ ജന്മമായിട്ട് അവതരിക്കുകയാണ് ഈ ഭൂമി. ഓരോ ദിവസവും ഒരു ജന്മമായിട്ടൊരു ലൈഫ് ടൈമായിട്ട് നിങ്ങൾ കരുതാൻ തുടങ്ങിയാൽ ആ ജീവിതത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ക്വാർട്ടർ പീരീഡാണ് പ്രഭാതം, പ്രത്യുഷം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആരംഭിക്കണം നമ്മൾ ജീവിതത്തിനെ. അന്ന് സായാഹ്നമാകുമ്പോഴേക്കും വൈകിട്ടാകുമ്പോഴേക്കും അത് ഏറ്റവും വിജയകരമാകാനുള്ള ശ്രമം. നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് ഇന്നത് നേടണം, അതിനടുത്ത വർഷമാകുമ്പോഴേക്കും ഇന്നത് നേടണം എന്നൊക്കെയാണ് നമ്മുടെ സാധാരണ പ്ലാനെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഒരു നേട്ടം ജീവിതത്തിൽ ഓർത്തു വയ്ക്കാൻ, സൂക്ഷിച്ചു വയ്ക്കാൻ. അത് ചിലപ്പോൾ ഒരു ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതാവാം, ചിലപ്പോൾ കുട്ടികൾ ഒരു ചിത്രം വരയ്ക്കുന്നതാവാം, ഒരു കവിത ചൊല്ലുന്നതാവാം, എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി, വീട്ടിൽ അച്ഛനെയും അമ്മയും സഹായിക്കുന്നതാവാം, പുതിയൊരു കഥ പഠിച്ചതാവാം, എന്തോ ആയിക്കോട്ടെ. ഓരോ ദിവസവും അവർക്ക് അവരുടെ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കാൻ ഒരു നേട്ടം ഉണ്ടാകുന്ന വിധത്തിൽ അതിരാവിലെ ഉണരുമ്പോൾ മുതൽ അവരുടെ ബാല്യ കൗമാരം പോലെയുള്ള പ്രഭാതവും പിന്നീട് യൗവനത്തിൻ്റെ ഉച്ചവെയിലിൻ്റെ തീക്ഷ്ണതയുള്ള ഉച്ചസമയവും പിന്നീട് ജീവിതത്തിൻ്റെ വാർദ്ധക്യം പോലെയുള്ള സായാഹ്നവും മീറ്റ് ചെയ്തൊരു ദിവസം പൂർത്തിയാക്കുമ്പോൾ നമ്മളൊരു ജന്മത്തിലെ നേട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ നേടാൻ ശീലിച്ചാലാണ് സക്സസ്ഫുൾ ആവുക. അത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അതിരാവിലെ സൂര്യോദയ സമയത്ത് ഉണരുന്നവർ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരുന്നവർക്കാണ് ബുദ്ധി, ഭാവന, ഏകാഗ്രത, ശ്രദ്ധ ഇതൊക്കെ ഏറ്റവും ശക്തമാവുന്നത്. ഇന്നത്തെ പൊതുവായിട്ട് കുട്ടികളിൽ പ്രത്യേകിച്ചും യുവാക്കളിലൊക്കെ നോക്കിയാൽ അവരുണരുന്ന സമയമാണ് പ്രഭാതം. രാവിലെ 11:15 എണീറ്റാൽ അത് പ്രഭാതം. അപ്പോൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. അവിടെ മുതലാണ് ദിവസം. അങ്ങനെയല്ല, അവിടെ മുതൽ എല്ലാ ദിവസം ആരംഭിക്കുന്നത്. ദിവസം ആരംഭിക്കുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയം മുതലാണ്. ഇപ്പം ഏകദേശം ഒരു 6 മണിക്ക് മുമ്പൊക്കെ ഉണരാൻ പഴയ തലമുറയിലുള്ളവരുണ്ടാക്കി വെച്ചൊരു ശീലമുണ്ടല്ലോ. അതിൻ്റെ ഒരു മഹത്വം നമ്മൾ ആദരിക്കേണ്ടതാണ്. കൃഷി ചെയ്യുന്നവർ, ചെറിയ ചെറിയ ജോലികൾ മുതൽ വലിയ വലിയ തൊഴിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തൊരു കുടുംബത്തെ നയിക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമത്തിൻ്റെ തുടക്കം ഉച്ചയ്ക്കല്ല, അതിരാവിലെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവർ കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ. സ്കൂളുള്ള സമയത്തൊക്കെ അവർ നേരത്തെ എണീക്കുന്നുണ്ട് കേട്ടോ, പോരാ. ശനി ഞായറാണെങ്കിലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന വെക്കേഷനാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പ്രത്യുഷം എന്ന നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ പ്രഭാതത്തിൽ ഉണരാൻ, സൂര്യോദയം കാണാൻ, ആ സമയത്തൊന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെയുള്ള ഇളം കാറ്റ് ആസ്വദിക്കാൻ, രാവ് മാറി പകലാകുന്നതിൻ്റെ, പ്രഭാതമാകുന്നതിൻ്റെ ദൃശ്യം ആസ്വദിക്കാൻ, അനുഭവിക്കുവാൻ, ആനന്ദിക്കുവാൻ ശീലിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ 22 വയസ്സായ കുട്ടീനെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിന് കുറച്ച് പൈസ ചിലവാക്കി വിട്ട് അവനെ മിടുക്കനാക്കുന്നത് നടക്കുന്ന കാര്യമല്ല. നടത്തേണ്ടത് ഇപ്പോൾ മുതലാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഓരോ പ്രഭാതത്തിലും പരമാവധി നേരത്തെ ഉണരാനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പുലർത്താനും ഒപ്പം അവർക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുമുള്ള ശീലമുണ്ടാക്കിയാൽ അത് ഗുണകരമാകും. MCA, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നായിരിക്കും നമുക്ക് വരുന്ന ആദ്യത്തെ അതിൻ്റെ ഒരു ഫുൾ ഫോം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. മെമ്മറി, ഓർമ്മശക്തി.
സി ക്രിയേറ്റിവിറ്റി, ഭാവന. എ അക്യുറസി, സൂക്ഷ്മത. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വേണം. നമ്മളത് നിസ്സാരമായിട്ട് കരുതരുത്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് മയക്കുമരുന്നിൻ്റെ, മദ്യത്തിൻ്റെ തെറ്റായ കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾ പോലും അവരറിയാതെ വഴിതെറ്റിപ്പോകുന്നിടത്ത് നമ്മുടെ ജാഗ്രത കൂടുതൽ ഉണ്ടാവണം. അതിന് ജീവിതത്തിൽ ചിട്ട വേണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ കൊച്ചിയിൽ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോകുന്ന ആളാണ്. എൻ്റെ വീട് ഇവിടെ തൃശ്ശൂർ കോടന്നൂരാണ്. കൊച്ചിയിൽ ഞാൻ ചെല്ലുമ്പോൾ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. അവിടെ ഹിൽ പാലസ് അറിയാമോ? മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഹിൽ പാലസിൻ്റെ തൊട്ടടുത്ത് ഒരു പോലീസ് ക്യാമ്പുണ്ട്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ അതിഥിയായിട്ടുള്ള പോലീസ് സേനയിലെ ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ അതിരാവിലെ അവിടെ പോലീസ് ക്യാമ്പിൽ ഉള്ള അവരുടെ പരിശീലനങ്ങൾ മാറി നിന്ന് കാണാറുണ്ട്. നേരത്തെ ഞാൻ ജീവിതത്തിലെ ചിട്ടയെക്കുറിച്ച് പറഞ്ഞല്ലോ. സാധാരണ ഈ പോലീസുകാരെന്ന് പറയുമ്പോൾ ഒന്നിൽ നമുക്ക് ഭയം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ വില്ലൻ ഇരിക്കുന്ന പോലീസ്, വില്ലൻ തിരിച്ചിരിക്കുന്ന പോലീസ്. പിന്നെ മാധ്യമങ്ങൾ പലപ്പോഴും പോലീസിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനപ്പുറം ഒരാളൊരു പോലീസുകാരനാവാൻ, അല്ലെങ്കിൽ പട്ടാളക്കാരനാവാൻ, അല്ലെങ്കിൽ നേവി ഉദ്യോഗസ്ഥനാവാൻ എത്രയോ കൃത്യതയുള്ള ചിട്ടയുള്ള സമയക്രമങ്ങളിലൂടെയുള്ള വ്യായാമ മുറകൾ, ഭക്ഷണശീലങ്ങൾ, ക്ഷമ, സംയമനം, ഒരു പ്രോബ്ലം സോൾവിങ് വേണ്ടി വന്നാൽ എത്ര അളവിൽ ക്ഷമ കാണിക്കണം, എത്ര അളവിൽ ബലം കാണിക്കണം എന്നതിനൊക്കെയുള്ളൊരു ശീലം ഉണ്ടാകുന്നിടത്താണ് അവർ നിയമപാലകരാകുന്നത്. ഇപ്പം സലീഷ് സാറ് ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. വലിയ സന്തോഷമാണ് അദ്ദേഹം കലാലോകത്തുമുള്ളത്. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൊഫഷനിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കുന്ന ഒരു ശ്രമമാണ് ഈ സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോയാൽ കുടമാറ്റം കാണാനും മൊത്തം പൂരം കാണാനും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നിടത്തേ എൻ്റെ അറിവിൽ ഒരു 5,000-ൽ താഴെ, അല്ലേ സാർ, ഒരു 3,000-ഓ 5,000-ത്തിൻ്റെ ഇടയിലുള്ള പോലീസുകാരേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചു. ഏറ്റവും വലിയ പ്രകോപനം ഉണ്ടാകുന്ന അവസ്ഥയിൽ പോലും മിനിമം ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ആളുകളെ നിയന്ത്രിക്കാനൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അവർ ശീലിച്ച ചിട്ടകളിലൂടെയാണ്, അച്ചടക്കത്തിലൂടെയാണ്, ദിനചര്യകളിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്തതിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചുരുക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മൾ ഈ നിൽക്കുന്ന വിദ്യാലയം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദീപ്തമായ സ്മരണകൾ ഓർമ്മിപ്പിക്കുന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ പ്രിയപത്നി കസ്തൂർബ ഗാന്ധിയുടെ ഓർമ്മ പുതുക്കുന്ന ഒരു വിദ്യാലയമാണ്. പ്രത്യുഷം എന്ന പ്രഭാതത്തെ അനുസ്മരിപ്പിക്കുന്ന വാക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പുതിയ സൂര്യകിരണങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇനിയുടെ അരങ്ങേറാൻ പോകുന്ന കലാപരിപാടികൾക്ക് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.